ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 24-ാമത്തെ തിരുവചനം. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചവളെ ചേർത്ത് നിർത്തുവാൻ തീരുമാനിക്കുന്ന ഒരു മനുഷ്യൻ. നീതിമാനായ ജോസഫിനെ ദൈവത്തിൽ നിന്നും തൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഒരു ഉത്തരം തൻ്റെ ഉറക്കത്തിൽ ലഭിക്കുകയാണ്. താനൊരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ കർത്താവിൻ്റെ ദൂതൻ തനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരികയാണ്. തൻ്റെ ആശങ്കകൾ ദൂരീകരിച്ചു തരുന്ന സമയം. ഒട്ടും സംശയിക്കാതെ സ്വപ്നത്തിൽ തൻ്റെ മുൻപിൽ വന്ന ദൈവദൂതനോട് മറുത്തൊന്നും ചോദിക്കാൻ മുതിരാതെ വിശ്വാസിയും നീതിമാനുമായ ആ മനുഷ്യൻ ദൈവവചനത്തിന് അനുസരണപ്പെടുന്ന സമയം. വിവാഹത്തിന് മുൻപേ തനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ടവൾ ഗർഭിണിയാണെന്ന് ബന്ധുക്കളും ചാർച്ചക്കാരും അറിഞ്ഞു വരുന്ന സമയം. സമൂഹം തന്നെ കളിയാക്കും എന്നറിയുന്ന ജോസഫ്, എന്നാൽ സമൂഹത്തിൻ്റെ വിമർശനത്തേക്കാൾ തൻ്റെ ബന്ധുക്കളും കൂട്ടുകാരും തന്നെക്കുറിച്ച് എന്തു പറയും എന്ന് ആലോചിക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടം സമൂഹത്തിൻ്റെ അഭിപ്രായത്തേക്കാൾ പ്രാധാന്യമാണെന്ന് നമുക്കെല്ലാം കാണിച്ചു തരുന്ന ദൈവഭയമുള്ള ജോസഫ്. ആ മനുഷ്യൻ അറിയുന്നില്ല തൻ്റെ ഈ അനുസരണവും ഉറക്കത്തിൽ നിന്നും ഉണർന്നപ്പോൾ ഉള്ള തൻ്റെ തൽക്ഷണ പ്രതികരണവും ഗർഭിണിയായ മറിയത്തെ തൻ്റെ ഭാര്യയായി ചേർത്ത് കൊള്ളുവാനുള്ള തൻ്റെ തീരുമാനം തച്ചനായി ആരും അറിയാതെ ജീവിച്ചു വന്നിരുന്ന തന്നെ കൂടി ദൈവത്തിൻ്റെ ഈ ലോകത്തിലെ ഓരോ മനുഷ്യർക്കുമുള്ള തൻ്റെ രക്ഷാകര പദ്ധതിയിലെ പങ്കാളിയാക്കുകയാണ് എന്ന കാര്യം തിരിച്ചറിയാതെ ഇരിക്കുന്ന ജോസഫ്. അതെ, നീതിമാന്മാരുടെ ദൈവവുമായുള്ള സംസർഗം, ദൈവവചനത്തെ കേൾക്കുവാനും അതിനൊത്ത് ജീവിക്കുവാനും അതിനൊത്ത് പ്രവർത്തിക്കുവാനുമുള്ള അവരുടെ മനസ്സ്, ദൈവേഷ്ടം നിറവേറ്റുവാൻ സമൂഹത്തിൽ നിന്നും കേൾക്കുന്ന കളിയാക്കൽ, പഴിചാരൽ ഒന്നും മുഖവിലക്കെടുക്കാതെ ദൈവം വിളിക്കുമ്പോൾ കൈകൾ കൂപ്പി ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, മനസ്സിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ദൈവം പ്രചോദിപ്പിക്കുമ്പോൾ, തടസ്സങ്ങൾ കൂടാതെ ആശങ്കകളും സംശയങ്ങളും കൂടാതെ വീട്ടുകാരുടെയോ ബന്ധുമിത്രാദികളുടെയോ കൂട്ടുകാരുടെയോ സമ്മർദ്ദത്തിൽ അവർ തന്നെക്കുറിച്ച് എന്ത് കരുതും എന്ന സംശയങ്ങൾക്ക് മനസ്സ് കൊടുക്കാതെ നീതിമാനായ ജോസഫിനെ പോലെ സ്വപ്നങ്ങൾ കാണുവാനും ആ ദൈവിക സ്വപ്നങ്ങൾക്കൊത്ത് ജീവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.